നടൻ ജയസൂര്യക്കെതിരായ ആരോപണത്തിൽ പരാതി നൽകിയ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പരാതിക്കാരി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി. നേരത്തെ കരമന പോലീസ് എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. 2013-ൽ തൊടുപുഴയിൽ ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്നായിരുന്നു നടിയുടെ പരാതി. സാഗർ തൊടുപുഴ വിവരങ്ങൾ പങ്കുവെക്കും. സാഗർ, ഈ നടി നേരത്തെ ഗുരുതരമായ ആരോപണമാണ് ജയസൂര്യക്കെതിരെ ഉന്നയിച്ചത്. ഒന്ന് തിരുവനന്തപുരമായിരുന്നു, മറ്റൊന്ന് തൊടുപുഴ യുമായി ബന്ധപ്പെട്ടായിരുന്നു. അതേ മൊഴി തന്നെ ഈ നടി പോലീസിനോടും ആവർത്തിക്കും, അതേ കാര്യം തന്നെ ആവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ദുരനുഭവം പറഞ്ഞ നടിമാർ ഇത്തരത്തിൽ രംഗത്തെത്തിയത്. തിരുവനന്തപുരം സ്വദേശിയായ നടി 2013-ൽ തൊടുപുഴയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ ഒരു ദുരനുഭവം നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. മേക്കപ്പ് ചെയ്ത ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടെ യുവനടൻ പിന്നിൽ നിന്ന് കടന്നു പിടിച്ചെന്നായിരുന്നു പരാതി. ആദ്യം ഇവർ നടന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലാണ് നടൻ ജയസൂര്യാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ഈ നടി പരാതിപ്പെട്ടത്. തുടർന്നാണ് ഇവർ പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് തൊടുപുഴയിലാണ് സംഭവം നടന്നത്. അതേ തുടർന്ന് തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണിയോടെ ഇവരെ മൊഴി രേഖപ്പെടുത്തുവാനായി തൊടുപുഴ പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ജില്ലയിലെ പ്രത്യേക ടീമാവും ഇത് അന്വേഷിക്കുക. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ പ്രത്യേക ടീം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിവരങ്ങൾ കൈമാറും. പ്രാഥമിക മൊഴി രേഖപ്പെടുത്തൽ മാത്രമാണ് നടക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും നടപടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഉൾപ്പെടെയുള്ളവ ചിത്രീകരിച്ചാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. പ്രത്യേക ടീമാണ് ഇതിനായിട്ട് തൊടുപുഴയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോഴും നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, നടി ഇപ്പോൾ തൊടുപുഴ സ്റ്റേഷനിലുണ്ട്. അവർ ജയസൂര്യക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണ്. പരാതിക്കാരുടെ രഹസ്യമൊഴി എടുക്കാനായി പോലീസ് തുനിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.